ഒരു പെരുന്നാൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. വലിയ പെരുന്നാളാണ്. ഡ്യൂട്ടിയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്റ്റെത്ത് ഊരിയേക്കാൻ പറ്റാത്തത്. 7 മണിക്കേ ഡോക്ടർ എത്തുമെന്ന് പറഞ്ഞത്. ഒരു കാത്തിരിപ്പ് വല്ലാത്ത വിഷമമാണ്. പെരുന്നാൾ ദിവസം ഇങ്ങനെ കാത്തിരിക്കാനാണ്. ഓക്കെ, എന്നാലും നമ്മുടെ സർവീസാണല്ലോ വലുത്. 182 രോഗികളെ നോക്കി. അത്യാവശ്യം രാത്രിയും തിരക്കുണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും അതില്ലാതാക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാതെ പോകണമെന്നാണ് വലിയ പെരുന്നാളിൻ്റെ നിയമം. ഏതായാലും ഭക്ഷണം ഇപ്പോൾ കഴിക്കാതെയാണ് പോകുന്നത്. ഓക്കെ, ചെറിയ പെരുന്നാളിന് തല തിരിച്ചാണ്. ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്, കാരണം വ്രതം കഴിഞ്ഞിട്ട് പോകണമല്ലോ. ഇതിന് പക്ഷേ തല തിരിച്ചാണ്. ഭക്ഷണം കഴിക്കേണ്ടത് നമസ്കാരം കഴിഞ്ഞിട്ടാണ്. അങ്ങപ്പുറം പള്ളിയിൽ നിന്ന് മന്ത്രങ്ങൾ കേൾക്കാം. ദൈവമാണ് വലിയവൻ, ദൈവമാണ് വലിയവൻ, ആരാധനക്കർഹനായി ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന മന്ത്രങ്ങൾ കേൾക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈദ് മുബാറക് ഡ്യൂട്ടിയുടെ തിരക്ക് കഴിഞ്ഞ അവസാനം പോവാണ്. ഊതി പിടിച്ച് ഓട്ടുകയാണ്. എല്ലാവരും ഓട്ടത്തിലാണ്. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ അദ്ഹ ആശംസകൾ നേരുകയാണ്. സഹജീവികളെ ചേർത്ത് പിടിക്കുന്നു. ഈ ദിനരാത്രങ്ങളിലുമെല്ലാം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ തക്ബീർ സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കുമ്പോൾ മാത്രമാണ് നാം വിശ്വാസിയാകുന്നത്. ഏതായാലും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. കുവൈത്തിൽ മരിച്ചു വീണ ഒരുപാട് നിഷ്കളങ്കരും പ്രതീക്ഷകളുമായിരുന്ന മനുഷ്യ സഹോദരങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇതിലും തുടങ്ങി. ഫലസ്തീനിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ പോയി അവസാനം പ്രവാചകൻ ഇബ്രാഹിം അല്ലെങ്കിൽ എബ്രഹാം എന്ന് പറയുന്ന പ്രവാചകൻ്റെ ജീവചരിത്രങ്ങളിലൂടെ അവരുടെ ത്യാഗ മനസ്സിൻ്റെ കഥകളിലൂടെ പോയി അവസാനം എല്ലാ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തും എങ്ങനെ നിർഭയത്വത്തോടെ നിൽക്കാനും നന്മ മുറുകെ പിടിച്ച് നിൽക്കാനും സാധ്യമാവൂ എന്നുള്ള വളരെ നല്ലൊരു മെസ്സേജ് നൽകിക്കൊണ്ട് അതിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാൾ യാത്ര തുടരുകയാണ്. പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞത്.